മുഹമ്മദ് ഇത്തഖുള്ള ഇബാദല്ലാഹ്. ബഹുമാന്യരായ സഹോദരങ്ങള്, ഹാജിമാരെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് മസ്ജിദുൽ ഹറമിന്റെ പരിസരത്തുള്ള ചരിത്ര പ്രദേശങ്ങൾ സന്ദർശിക്കുകയാണ് നമ്മൾ. ഒരുപാട് വ്യത്യസ്തമായ സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പ്രദേശങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. ഇപ്പൊ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് മസ്ജിദുൽ ജിന്നിന്റെ പരിസരത്താണ്. മസ്ജിദുൽ ജിന്ന് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉദിച്ചു വരുന്ന ഒരു ജിന്ന് നിർമ്മിച്ച പള്ളിയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേകതയുള്ള പള്ളിയോ അല്ല ഇത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം നടത്തിയിരുന്ന കാലത്ത് എവിടെയാണോ നാലാളുകൾ കൂടി നിൽക്കുന്നത് അവിടെ ചെന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് ചെയ്യാറുള്ളത്. ആ കൂട്ടത്തിൽ പ്രവാചകൻ ഖുർആൻ പഠിപ്പിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്തിരുന്ന ഒരു തോട്ടമായിരുന്നു ഇത്. ഈ വഴിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ റളിയല്ലാഹു തആല അൻഹയും ഹിറാ ഗുഹയിലേക്കൊക്കെ നടന്നു പോയിരുന്ന വഴിയായിരുന്നു. ഇവിടെയുള്ള ഈ തോട്ടത്തിൽ വെച്ചിട്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്ത സമയത്ത് ജിന്നുകൾ വന്നിട്ട് ആ ഖുർആൻ കേൾക്കുകയും ആ കേട്ട ഖുർആൻ അവർ ഉൾക്കൊള്ളുകയും അവരുടെ ജിന്നുകളുടെ വർഗത്തിൽ പോയിട്ട് പ്രബോധനം നടത്തുകയും ചെയ്തു എന്നതിന് സാക്ഷ്യം വഹിച്ച ഒരു പ്രദേശമാണ്. ഈ ചരിത്രം നമ്മോട് പറഞ്ഞു തരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും ആ റസൂലുള്ളാഹി ഖുർആൻ പഠിപ്പിക്കുമ്പോൾ എന്റെ സദസ്സിൽ ജിന്നുകളുണ്ട് എന്ന് ബോധ്യമില്ലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ജിന്ന് ഇറക്കുകയാണ്. ആദ്യത്തെ 5 ആയത്തുകൾ അല്ലാഹു പറയാണ്, ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിന്നി ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ. ഖുൽ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക. ആർക്ക്? 2 സമൂഹത്തോട് പറയണം. ഒന്ന് പ്രവാചകന്റെ കൂടെ നിൽക്കുന്ന സഹാബികളായ ആളുകളോട്, രണ്ടാമത്തത് പ്രവാചകന്റെ പ്രബോധനം കണ്ടിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ വിമർശനം കാണിച്ച് പ്രതിരോധിച്ച് നിൽക്കുന്ന മക്ക മുശ്രിക്കുകളോട്, 2 കൂട്ടരോടും പ്രവാചകരെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഓഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിന്നി, തീർച്ചയായിട്ടും എനിക്ക് വഹി അറിയിച്ചിട്ടുണ്ട്, ജിന്നുകളിൽപ്പെട്ട ഒരു സംഘം എന്റെ ഖുർആൻ കേട്ടിട്ടുണ്ട്. ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ, ആ ജിന്നുകൾ പറയുകയും ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ അത്ഭുതകരമായ ഒരു ഖുർആൻ കേട്ടു മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന്. യഹ്ദി ഇല റുഷ്ദി, ആ ഖുർആൻ നന്മയിലേക്ക് വഴി നടത്തുന്നതാണ്. ഫആമന്നാ ബിഹി, ആ ഖുർആൻ കൊണ്ട് അതിന്റെ പ്രബോധനം കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു. വലൻ നുശ്രിക ബിറബ്ബിനാ അഹദ, അല്ലാഹുവിനോട് ഞങ്ങൾ ഒരാളെയും പങ്കു ചേർക്കുകയില്ല എന്ന് കൃത്യമായി ജിന്നുകൾ പ്രഖ്യാപിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഖുർആൻ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മക്കയിലെ മുശ്രിക്കുകളായ ആളുകളെയും ബോധ്യപ്പെടുത്തണം. ഒന്ന് വിശ്വാസികളായ ആളുകളെയും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിന്റെ 2 കാരണങ്ങളുണ്ട്. മക്കയിലെ അവഗണിക്കപ്പെടുന്ന മുശ്രിക്കുകളായ ആളുകളോട് നിങ്ങൾ എന്റെ പ്രബോധനം കേട്ടിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കാണാത്ത, അവരെ കൂടെയുള്ള വിശ്വാസികൾ പോലും കാണാത്ത ജിന്നുകൾ പോലും പരിശുദ്ധ ഖുർആൻ കേൾക്കുകയും അതാണ് അല്ലാഹുവിന്റെ മാർഗമെന്ന് ഉൾക്കൊള്ളുകയും ആ വഴിയിലേക്ക് അവരുടെ കൂടെയുള്ള ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുന്ന പ്രവണത രാജ്യത്ത് നടക്കുന്നുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. മക്കയിലെ വിശ്വാസികളായ സമൂഹത്തോട് പറയുകയാണ്, നിങ്ങൾ ആശങ്ക വേണ്ട, നിങ്ങൾ കൂടെ നിൽക്കുന്ന ആ പ്രവാചകന്റെ പ്രബോധനം നിങ്ങളോട് മാത്രമല്ല, നിങ്ങളുടെ കൂടെ നിങ്ങൾ കാണാത്ത വർഗത്തിനോട് പോലും അവർ പ്രബോധനം ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയുമാണ്. അങ്ങനെ ആ ഖുർആൻ കേൾക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെ സാക്ഷ്യം വഹിച്ച ഒരു പ്രദേശം എന്നുള്ള നിലക്ക് ഇവിടെ പിൻകാലത്ത് ഒരു പള്ളി സ്ഥാപിക്കുകയും അതിന് മസ്ജിദുൽ ജിന്ന് എന്ന് പേര് വെക്കുകയുമാണ് ചെയ്തത്. വലൻ നുശ്രിക ബിറബ്ബിനാ അഹദ, അവർ പ്രഖ്യാപിച്ച വലിയൊരു പ്രഖ്യാപനം അതായിരുന്നു. ജിന്നുകൾ പ്രഖ്യാപിച്ചു എന്ന് ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുത്തുകയാണ്. ഞങ്ങൾ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. മക്ക മുശ്രിക്കുകൾക്കുണ്ടായിരുന്ന വിശ്വാസത്തിന്റെ ദൗർബല്യം എന്താണെന്ന് നമുക്കറിയാം. അത് അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതോട് കൂടി തന്നെ അല്ലാഹു അല്ലാത്ത ആളുകളെ കൂടി വിളിച്ചു പ്രാർത്ഥിക്കുന്ന പങ്കു ചേർക്കലായിരുന്നു. അതാണ് ജിന്നുകളിൽ നിന്ന് പരിശുദ്ധ ഖുർആനിലൂടെ ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത്. വലൻ നുശ്രിക ബിറബ്ബിനാ അഹദ, പ്രാർത്ഥനയിലോ ഇബാദത്തിലോ മറ്റെന്തെങ്കിലും സഹായം തേടുന്നതിലോ എന്തെങ്കിലും അപേക്ഷിക്കുന്നതിലോ ഒന്നും അല്ലാഹുവിനോട് ഞങ്ങൾ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. ഇവിടെ മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ അല്ലാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു, കാബാലയത്തിന്റെ പരിപാലകരായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ അവരുടെ അടുക്കൽ ഉണ്ടായിരുന്നത് എന്തായിരുന്നു? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരായ, അല്ലാഹുവിന്റെ പ്രവാചകന്മാരായ ഇബ്രാഹിമിന്റെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഒക്കെ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുകയും ലാത്ത ഹുസ്സ മനാത്ത പോലത്തെ ആളുകളെ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്ത് മറ്റുള്ളവരോട് സഹായം തേടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി എന്നാണ് അവർ വാദിച്ചിരുന്നത്.
അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനല്ലാതെ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല എന്ന് തന്നെയായിരുന്നു അവരും പ്രഖ്യാപിച്ചിരുന്നത്. നമ്മുടെ സമൂഹത്തിലും അള്ളാഹു അല്ലാത്ത ആളുകളോട് സഹായം തേടുന്ന ആളുകളുടെ വാദം ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നാണ്. ഇവിടെയാണ് പരിശുദ്ധ ഖുർആനിന്റെ കൃത്യമായ അധ്യാപനമുള്ളത്. വലൻ നുശ്രിക ബിറബ്ബിനാ അഹദ, ഞങ്ങൾ ഒരാളെയും പങ്കുചേർക്കുകയില്ല എന്ന പ്രഖ്യാപനം ജിന്നുകളിൽ നിന്ന് കേൾക്കേണ്ട ഒരവസ്ഥയാണ് ഇവിടുത്തെ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഉണ്ടായത്. അതിന് സാക്ഷ്യം വഹിച്ച പ്രദേശം എന്നുള്ള നിലക്ക് ഒരു മസ്ജിദുൽ ജിന്ന് സ്ഥാപിച്ചു എന്നതിൽ കവിഞ്ഞ് ഒരു പ്രത്യേകതയും മറ്റൊരു പള്ളിക്കുള്ളതിനേക്കാളേറെ ഒരു പ്രത്യേകതയും ഈ പള്ളിക്കില്ല. പള്ളിയിൽ പ്രധാനപ്പെട്ട 3 പള്ളിയെ പ്രത്യേകതയുള്ളൂ. ഇത് മസ്ജിദുൽ ഹറമാണ്, മസ്ജിദുൽ നബവിയാണ്, മസ്ജിദുൽ അഖ്സയാണ്. ഇത് 3മാണ് പ്രത്യേകതയുള്ള പള്ളികളുള്ളത്. മറ്റു പള്ളികൾക്കൊക്കെ ഒരേ നിബന്ധനയാണ്, കയറിയാൽ 2 തഹിയ്യത്ത് നിസ്കരിക്കാം എന്നതിൽ കവിഞ്ഞ് മറ്റൊരു പ്രത്യേകതയും ഇല്ല എന്ന് പ്രത്യേകം നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. ആ മസ്ജിദുൽ ജിന്ന് എന്ന നിലക്ക് അതിന്റെ ചരിത്രം പഠിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് നമ്മളിത് സന്ദർശിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ കൽപാദങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പ്രദേശത്ത്, ആ റസൂലുള്ളാഹിന്റെ പ്രബോധനത്തിനും ഖുർആൻ പഠനത്തിനും സാക്ഷ്യം വഹിച്ച പ്രദേശത്ത് പരിശുദ്ധ ഖുർആനുമായി ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.